ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കേരളം ചരിത്രം എഴുതുകയാണ്. 2 സീറ്റിൽ ബി.ജെ.പി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു. വലിയ അലയൊലികൾ കേരളത്തിൽ ഉണ്ടാക്കുന്നു. താമര വിരിയുന്നു. അത് ചരിത്രം തന്നെയാണ്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാക്കേണ്ട കാര്യമാണ്. LDF നാമാവശേഷമായി മാറുന്നു. സ്വന്തം ഭരിക്കുന്ന സ്ഥലത്ത് പോലും LDFന്റെ ഒരു രീതിയിലുള്ള ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് LDF അധപ്പതിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ദുഃഖകരമായ കാര്യമാണ്. ഏതായാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ബി.ജെ.പി ചരിത്രമുണ്ടാക്കുന്നു. 2 സീറ്റ് എന്ന് പറയുന്നത് തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഗോകുൽ, ബി.ജെ.പിയെ വെച്ച് നോക്കുമ്പോൾ തന്നെ മോദിയുടെ ആയിരുന്നാലും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആയാലും ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ ഏത് വിധേനയും അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയാണ് ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യ എന്ന 2 തട്ടകത്തിലേക്ക് കോൺഗ്രസ് പോയപ്പോഴും ഇന്ത്യയെ വിഭജിച്ച് കാണിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും അങ്ങനെയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മോദി തന്നെ കേരളത്തിലേക്ക് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും വന്ന് ശക്തമായ പ്രചാരണം നടത്തുന്നു. തൃശ്ശൂരിൽ റോഡ് ഷോ തന്നെ നടത്തുന്നു. 2-3 പ്രാവശ്യം മോദിയുടെ സന്ദർശനം തൃശ്ശൂരിലേക്ക് ഉണ്ടാവുന്നു. തിരുവനന്തപുരത്തേക്ക് എടുക്കുമ്പോൾ 10 വർഷം ശശി തരൂർ MP ആയിട്ട് നിൽക്കുന്നു. സസ്പെൻസ് ത്രില്ലറിലേക്കാണ്, അതായത് ഒരു ക്ലൈമാക്സിലേക്കാണ് തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സർവം രാജീവമയം. അതായത് 24,000 വോട്ടിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖല എത്തുമ്പോൾ ഒരുപക്ഷെ അത് മാറി UDF പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചപ്പോഴും അതെല്ലാം തെറ്റാണെന്ന് പ്രവചിച്ചുകൊണ്ട് വീണ്ടും NDAക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് തീരദേശ മേഖല പോയിരിക്കുന്നത്. അതായത് UDFന്റെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയൊരു വോട്ട് ബാങ്കിന്റെ ഒരു വലിയ തിരിച്ചടിയാണ്. അതായത് LDFൽ നിന്നും UDFൽ നിന്നും ഒരു വോട്ട് ചോർച്ച തന്നെ വന്നു. അത് ബി.ജെ.പി അക്കൗണ്ട് തുറക്കുന്നു. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി പോലുള്ള ഒരു സ്ഥലത്ത് ബി.ജെ.പിക്ക് ഇത്രയും വലിയ ആധിപത്യം ഉണ്ടാക്കാൻ ഈ മണിക്കൂറുകളിൽ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഉണ്ടായി. കാരണം ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രചാരണ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായ പ്രചാരണ രീതിയായിരുന്നു. കാര്യം എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം, സാധാരണ ഒരു സ്ഥാനാർത്ഥിയെ പോലെ വന്നിട്ട് ഞാൻ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വികസനം കൊണ്ടുതരാമെന്നല്ല, പഠിച്ചതിന് ശേഷം എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വികസനം കൊണ്ടുവരാമെന്ന് കൃത്യമായ കണക്ക് കൂട്ടലുകൾ പഠിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങിയതെന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം. അതിന്റെ ഒരു ഉയർച്ചയുടെ ഗ്രാഫാണ് ഇപ്പോൾ ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ലീഡ് നില 1 ലക്ഷത്തിലേക്ക് കടക്കുന്നു. സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെ ഒരു വിജയം അത് പറയാതിരിക്കാനാകില്ല. അത്രയും വലിയൊരു ചരിത്ര വിജയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം തൃശ്ശൂർ അത് പിടിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. കാരണം ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കിരീടം, മാതാവിന് അട്ടിമറികൾ നടത്താൻ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ച സമയം മുതൽ ഇടതും വലതും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ പോലും വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടാക്കി അവിടെ മത്സരിക്കാതിരിക്കാനുള്ള പല ആരോപണ വിധേയനാക്കി അദ്ദേഹത്തിനെ. സ്ത്രീ വിഷയത്തിലാണെങ്കിലും ലൂർദ് പള്ളിയിലെ സ്വർണത്തിന്റെ ചെമ്പാണ് കൂടുതലെന്നും പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല തൃശ്ശൂർ പൂരം തന്നെ തകർക്കാൻ വേണ്ടി നോക്കിയപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം വൈകിയാണെങ്കിലും രാത്രി നടത്തേണ്ട തൃശ്ശൂർ പൂരമാണെങ്കിലും രാവിലെ അത് നടത്തി ജനങ്ങൾക്ക്, തൃശ്ശൂർ ജനതയുടെ മനസ്സിലേക്ക് ഒരു ഇടം നേടാൻ SGക്ക് സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അടിവാരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കൈവെള്ളയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ വിജയം നമ്മൾ വേറൊരു തരത്തിലൂടെ പറയേണ്ടിയിരിക്കുന്നു. പത്മജയുടെ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ ഇതെന്ന് പറയുന്നത് തൃശ്ശൂരിൽ എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ UDFന്റെ മണ്ടക്കൊരു കൊട്ടിക്കൊണ്ടാണ് UDF ക്യാമ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് പോയി. കാരണം പത്മജ പറഞ്ഞൊരു വാക്കുണ്ട്, UDF എനിക്ക് വില കൽപ്പിക്കുന്നില്ല, UDF എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിഗണന UDFന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല. ശരിയാണ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഷമാ മുഹമ്മദിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ സുധാകരനുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ സുധാകരൻ പറഞ്ഞാണ് ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ ആരുമല്ല എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. അതുപോലെ കോൺഗ്രസിൽ അവിടുത്തെ വനിതകൾക്ക് ഒരു
പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു വനിതാ പ്രവർത്തകയാണ് എന്നുള്ളൊരു അത് അംഗീകാരം ബിജെപിക്ക് നൽകാനായി എന്ന് വേണം പറയാൻ. പത്മജയുടെ ഒരു വലിയ കടന്നുകയറ്റം, പത്മജയുടെ ഒരു പ്രചരണ തന്ത്രങ്ങൾ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള സഹായം തൃശ്ശൂരിൽ ഉണ്ടായി എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയുള്ളത്. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലും. സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിന് പിന്നിൽ പത്മജയുടെ വലിയ രീതിയിലുള്ള സഹായമുണ്ടോ എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയാണ്. കാരണം UDF ആദ്യം പത്മജ വേണുഗോപാലിനെയാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയായി വെച്ചത്. അപ്പൊ അവിടെ എങ്ങനെയൊക്കെ വോട്ട് പിടിക്കാമെന്ന് പത്മജ UDF ക്യാമ്പും ഒരു ധാരണ ഉണ്ടായിരുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച പത്മജ BJPയിലേക്ക് പോയപ്പോൾ അവിടെ പത്മജ അവിടെ പറ്റി തൃശ്ശൂരിൽ എങ്ങനെ താമര വിരിയിക്കാമെന്നുള്ള പത്മജയുടെ നീക്കങ്ങളാണ് ഇത്. പത്മജയുടെ നീക്കങ്ങൾ മാത്രമല്ല, സഭ, അതായത് ക്രൈസ്തവ സഭകളുടെ ഒരു വലിയ വോട്ട് ചോർച്ച സുരേഷ് ഗോപിക്ക് ഉണ്ടായി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുകയാണ്. കാര്യം അദ്ദേഹത്തെ വലിയ രീതിയിൽ തള്ളിപ്പറഞ്ഞ ഒരു വിഭാഗമായിരുന്നു ആ സമയത്ത് ക്രൈസ്തവ സഭ അടക്കമുള്ള ആൾക്കാർ. കാരണം മണിപ്പൂർ പോലുള്ള ഒരു സ്ഥലത്തെ സംഭവ വികാസങ്ങൾ കൊണ്ട് സുരേഷ് ഗോപി എന്ന ഒരു നേതാവിനെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു BJP നേതാവ് ഇവിടെ ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ക്രൈസ്തവ സഭകളുടെ ഒരു വോട്ട് ചോർച്ച എന്തായാലും തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം പൂർണ്ണമായി നിശ്ചയിക്കുന്നത്. വലിയ ഒരു മാറ്റം തൃശ്ശൂരിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ 50,000 അടുപ്പിച്ചുണ്ട്. 1.5 ലക്ഷത്തിലധികം ലീഡ് കടന്നിരിക്കുന്നു. LDF UDFന് പോവേണ്ട ക്രിസ്ത്യൻ വോട്ടുകളുടെ ബാങ്കുകൾ ഒരർത്ഥത്തിൽ BJPക്ക് പോയി. അതായത് BJP ക്രിസ്ത്യൻ സഭകളെ ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവാണ് എല്ലാ വോട്ടുകളും സുരേഷ് ഗോപിക്ക് പോയി എന്ന് തന്നെ പറയാം. ടു ഹൈലൈറ്റ്, അതായത് ഇതൊരു മോദിയുടെ ഒരു ഗ്യാരണ്ടിയും കൂടിയാണ്. മോദി, പത്മജ വേണുഗോപാൽ, നരേന്ദ്രമോദി. അതെ, അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു പ്രത്യേകത മോദി കേരളത്തിലേക്ക് വന്ന് പ്രചരണം നടത്തി എന്നുള്ളതാണ്. അത് ഒരു പ്രാവശ്യമല്ല 2 തവണ, ഒന്നിലധികം തവണ പ്രധാനമന്ത്രിയുടെ ഒരു പ്രചരണ തന്ത്രം കേരളത്തിൽ പയറ്റിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. തിരുവനന്തപുരവും തൃശ്ശൂരും അത്തരത്തിൽ തന്നെയാണ് NDA കൈപ്പിടിയിൽ ഒതുക്കുന്നത് എന്ന് ഈ മണിക്കൂറുകളിൽ നമുക്ക് പറയേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രം കേരളത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതിന്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും NDAയുടെ കൈപ്പിടിയിലായിരിക്കുന്നു എന്നുള്ളത്. NDAയുടെ, അതായത് BJPയുടെ ഹൈ ലിസ്റ്റ് കാറ്റഗറി ആയിരുന്നു തിരുവനന്തപുരവും തൃശ്ശൂരും. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 2026 തിരുവനന്തപുരത്ത് ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ BJP സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത 100% ഉണ്ട് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി BJPയുടെ കേരള ഘടകത്തിൽ തന്നെ ഒരു മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശുന്നു എന്ന് ഉറപ്പാണ്. അക്കൗണ്ട് തുറക്കുന്നതോടുകൂടി ഇനി കേരളത്തിലേക്കുള്ള അധികാര കസേരയിലേക്ക് BJP വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അത്ര വിദൂരമല്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.